അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ദ ഇൻ്റർനെറ്റ് ഈസ് എ വണ്ടർഫുൾ സർവൻറ്റ് ബട്ട് എ ഡേഞ്ചറസ് മാസ്റ്റർ. വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവായ ടിം ബെർണേഴ്സ്-ലീയുടെ വളരെ പ്രശസ്തമായ വാക്കുകളാണിവ. മനുഷ്യ മനസാന്തരങ്ങളെ ഇൻ്റർനെറ്റുകൾക്ക് സ്വാധീനിക്കാനുള്ള അതിൻ്റെ കഴിവുകളെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. നയിക്കുക എന്നർത്ഥം വരുന്ന പ്രാചീന ഗ്രീക്ക് പദമായ നെറ്റ്സ് എന്ന പദത്തിൽ നിന്നാണ് സൈബർ എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നവലോകത്ത് ഒരിക്കലും സൈബർ എന്ന പദം ഒരു സാങ്കേതിക പദം മാത്രമായി നിലനിൽക്കുന്നില്ല, മറിച്ച് ഒരു ആധുനികതയുടെ അടിസ്ഥാന പദമായിട്ട് ഇന്ന് നിലനിൽക്കുന്ന ഈ പദം ഒരു കാലത്ത് നയിക്കുക, നിയന്ത്രിക്കുക തുടങ്ങിയ അർത്ഥതലങ്ങളിൽ നിന്ന് ഇന്ന് സുരക്ഷാ ഭീഷണി തുടങ്ങിയ പരമമായ അർത്ഥങ്ങളെ അല്ലെങ്കിൽ മാനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പദമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് ലോകത്തിൻ്റെ ജനസംഖ്യയുടെ ഏകദേശം 69% ജനങ്ങളും ഇൻ്റർനെറ്റിൻ്റെ ഉപഭോക്താക്കളാകുമ്പോൾ തന്നെ പഠനം, വാണിജ്യം, സർക്കാർ ആനുകൂല്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഇൻ്റർനെറ്റിലൂടെ വ്യാപകമാകുന്ന സമയത്ത് അതിലൊളിഞ്ഞിരിക്കുന്ന അപകട സാധ്യതകളിൽ നിന്ന് നാം പൂർണ്ണമായി മുക്തരാകേണ്ടതുണ്ട്. എന്നാൽ ഇൻ്റർനെറ്റ് മേഖലകളിലും കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായി സ്വകാര്യ സംരക്ഷണം ഏർപ്പെടുത്തേണ്ടതും മറ്റു ആഘാതങ്ങളിൽ നിന്നും മുക്തമാകാനുമുള്ള തന്ത്രങ്ങളെയും നയങ്ങളെയുമാണ് സൈബർ സുരക്ഷ എന്നതുകൊണ്ടുള്ള വിവക്ഷ. ഇന്ന് നാം കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആഗോള തലത്തിൽ 1/3 ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളും വിദ്യാർത്ഥികളാണ്. ഈ കണക്കുകൾ തെളിയിക്കുന്നത് വിദ്യാർത്ഥികളുടെ അനിയന്ത്രിതമായ ഇടപെടലുകളും നിരന്തരമായിട്ടുള്ള സഹവാസങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ഇൻ്റർനെറ്റ് മേഖലയിലൂടെ സ്വാധീനിക്കാൻ വളരെയധികം സാധ്യതകളെ നമുക്ക് ഈ ലോകത്ത് കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക് വളരെയധികം അവസരങ്ങൾ ഇൻ്റർനെറ്റ് മേഖലകൾ പകർന്നു നൽകുമ്പോൾ തന്നെ ഒളിഞ്ഞിരിക്കുന്ന അനേകം അപകടങ്ങളെയും ഭീഷണികളെയും നാം പരിഗണിക്കേണ്ടതുണ്ട്. സമകാലിക ലോകത്ത് വിദ്യാർത്ഥികളെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ആഘാതം ഏൽപ്പിക്കാൻ ഏറ്റവും പ്രമുഖമായി നിൽക്കുന്നത് സൈബർ ബുള്ളിങ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ 13 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള ഏകദേശം 36% വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പകുതി പേരും പെൺകുട്ടികളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കണക്ക് പ്രകാരം ഇന്ത്യയിലുള്ള 2024 മെഡിക്കൽ വിദ്യാർത്ഥികളിൽ 61.9% മെഡിക്കൽ വിദ്യാർത്ഥികളും സൈബർ ബുള്ളിങ്ങിന് ഇരയായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയും അവരെ പഠനത്തിൽ നിന്ന് പിന്നോട്ടടുപ്പിക്കുകയും പിന്നീട് അവർ ഏകാന്ത ജീവിതത്തിലേക്കും അവസാനം ആത്മഹത്യയിലേക്ക് പോലും നയിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. വിദ്യാർത്ഥികളെ സ്വാധീനിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രമാണ് ഓൺലൈൻ ഗെയിമുകളിലൂടെയുള്ള അക്രമങ്ങൾ. ഇന്ന് NCPCRൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ന് ലോകത്ത് 78% വിദ്യാർത്ഥികളും അവരുടെ ദിനം പ്രതി 3 മണിക്കൂറെങ്കിലും ഓൺലൈൻ ഗെയിമുകളിൽ ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളതാണ്. CERTയുടെ മറ്റൊരു കണക്ക് പ്രകാരം ഇന്ന് വരെ 2024 വരെ ഇന്ത്യയിൽ ഏകദേശം 16 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിനർത്ഥം വിദ്യാർത്ഥികളുടെ ഈ ഓൺലൈൻ ഗെയിമുകളിലൂടെയുള്ള സ്വാധീനം അത്രത്തോളം വളരെ സുതാര്യമായി മാറിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇന്ത്യയിൽ നടക്കുന്ന ഏകദേശം 38% ഫിഷിംഗ് ആക്രമണങ്ങൾ നടക്കുന്നത് ഓൺലൈൻ ഗെയിമുകളിലൂടെയാണത് എന്നത് ഞെട്ടിക്കുന്ന കണക്കാണ്. ലോകം എത്ര പുരോഗമിച്ചാലും നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇന്ന് 27% മാതാപിതാക്കൾക്ക് മാത്രം സാധിക്കുന്ന തങ്ങളുടെ മക്കളുടെ കാര്യത്തിലുള്ള ഇടപെടൽ വളരെയധികം അനിവാര്യമായ ഒരു ഘടകമാണ് ഇത്തരം പ്രവണതകളിൽ നിന്ന് വിദ്യാർത്ഥികളെ രക്ഷിക്കുവാൻ. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പോലും ഇന്ത്യയുടെ പാഠ്യപദ്ധതികളോ മറ്റോ ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത നൽകുന്നില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. മാത്രമല്ല, ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ ഇതുമായിട്ട് സ്വകാര്യ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രത വിദ്യാർത്ഥികളിൽ പടർത്തേണ്ടത് വളരെ അനിവാര്യമായ ഘടകം കൂടിയാണ്. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാഠ്യപദ്ധതികൾ കൊണ്ട് മാത്രമല്ല, മാതാപിതാക്കളുടെ ഇടപെടൽ കൂടി വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. മാത്രമല്ല, ഇന്ത്യയുടെ IT ആക്ട് 2000 പ്രകാരം ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ഭരണ സംഹിതകൾ ഒരുപാട് സംരക്ഷണ കവചങ്ങൾ നൽകുമ്പോൾ പോലും അത് നിയമപുസ്തകങ്ങളിൽ മാത്രം ഉണ്ടാവുകയും അതിനെ പ്രായോഗികവൽക്കരിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ്. അതിനെ പ്രായോഗികവൽക്കരിക്കുകയും വിദ്യാർത്ഥികളിൽ ബോധമുണ്ടാക്കുകയും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ
പിന്നോട്ട് വലിക്കുകയും ചെയ്യേണ്ടത് ഇത്തരം നമ്മുടെ യുവത്വത്തിൻ്റെ കടമയാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവബോധമാണ് ഏറ്റവും നല്ല പ്രതിവിധി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.